പ്രധാനമന്ത്രിക്ക് പിന്നാലെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ ഇന്ന് തമിഴ്നാട്ടിൽ അല്പസമയത്തിനകം ഈറോഡ് ജില്ലയിലെ മൊടക്കുറിച്ചി മണ്ഡലത്തിലെ ശിവഗിരിയിൽ അമിത്ഷാ റോഡ് ഷോ നടത്തും. ശിവഗിരി മുതൽ തീരൻ ചിന്നമലൈ പ്രതിമ വരെയാണ് റോഡ് ഷോ നടത്തുക. തുടർന്ന് ചെന്നൈയിലേക്ക് തിരിക്കുന്ന അമിത്ഷാ വൈകിട്ട് മൈലാപ്പൂർ കപാലീശ്വർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം ബി.ജെ.പി. സ്ഥാനാർത്ഥി തമിഴ്സൈ സൗന്ദരരാജന് വോട്ട് അഭ്യർത്ഥിച്ചും റോഡ് ഷോ നടത്തും. അരുൺ ആലത്തൂരാണ് നമുക്ക് വിശദാംശങ്ങൾ നൽകുക. അരുൺ, പ്രധാനമന്ത്രിക്ക് പിന്നാലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി കൂടി എത്തുകയാണ് തമിഴ്നാട്ടിലേക്ക്. എങ്ങനെയാണ് ഈ അവസാനവട്ട ദിവസങ്ങളാണ്, അവസാനവട്ട പ്രചാരണമാണ്, ഈ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഞായറാഴ്ചയാണ്, തെരഞ്ഞെടുപ്പ് അങ്ങ് കൊഴുക്കുകയാണല്ലേ? തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് ആവേശം തമിഴ്നാട്ടിൽ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ വലിയ രീതിയിൽ കൊഴുക്കുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് എൻ.ഡി.എയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോയമ്പത്തൂരിലേക്ക് വന്നിരുന്നു. ഇന്നിപ്പോൾ ഈ റോഡിലെ മൊടക്കുറിച്ചി എന്ന ഭാഗത്താണ് ഞാനുള്ളത്. ഈ മൊടക്കുറിച്ചിയിൽ ഇപ്പോൾ അമിത്ഷായുടെ റോഡ് ഷോ ആരംഭിക്കാൻ പോവുകയാണ്. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ ഈ റോഡ് ഷോ നയിക്കുന്നതിന് വേണ്ടി മൊടക്കുറിച്ചി ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. മൊടക്കുറിച്ചിയിലെ ശിവഗിരിയിലാണ് അമിത്ഷായുടെ റോഡ് ഷോ നടക്കുന്നത്. ഈ ശിവഗിരി എന്നുള്ള ഈ പ്രദേശമാണെങ്കിലും മൊടക്കുറിച്ചിയാണെങ്കിലും കഴിഞ്ഞ തവണ എൻ.ഡി.എ വലിയ രീതിയിൽ DMK-യെ വിറപ്പിച്ചുകൊണ്ട് വിജയം നേടിയെടുത്ത ഒരു മണ്ഡലമാണ് ഈ മൊടക്കുറിച്ചി എന്നുള്ളത്. കാരണം കഴിഞ്ഞ തവണ DMK-യും ബി.ജെ.പിയും തമ്മിലുള്ള ഡയറക്റ്റ് ഫൈറ്റിൽ ഏകദേശം 827 വോട്ടിനാണ് ഇവിടെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായ ഡി സരസ്വതി വിജയിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ഇത്തവണ ഏതായാലും ഈ മണ്ഡലത്തിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും എൻ.ഡി.എയുടെ മുന്നിലില്ല, ബി.ജെ.പിയുടെ മുന്നിലില്ല എന്നുള്ളതാണ്. ഏതായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്പസമയത്തിനകം തന്നെ ഈ റോഡ് ഷോ നയിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേരും. ഇവിടെ ഈ റോഡ് ഷോയിൽ പങ്കെടുത്ത് അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ എന്താണ് ഈ തമിഴകത്തോട് പറയാൻ പോകുന്നത് എന്നുള്ളതും എല്ലാവരും വലിയ രീതിയിൽ ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലേക്ക് എത്തിയപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ, പ്രത്യേകിച്ച് വനിതാ സംവരണ ബില്ല് പാർലമെന്റിൽ പരാജയപ്പെടുത്തിയ DMK-ക്കും കോൺഗ്രസിനുമെതിരെ രൂക്ഷമായ രീതിയിലുള്ള വിമർശനമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരുന്നത്. ഇത്തവണ ഏതായാലും ഈ അമിത്ഷാ ഇന്നിപ്പോൾ ഈ ശിവഗിരിയിലേക്ക് എത്തുമ്പോൾ എന്താണ് അത്തരം വിഷയങ്ങളിലൊക്കെ പറയാൻ പോകുന്നത് എന്നുള്ളതാണ്. അമിത്ഷായ്ക്ക് ഏതായാലും 2 പരിപാടികളാണ് ഇന്ന് ഉള്ളത്. ഒന്ന്, ഞാൻ ഈ നിൽക്കുന്ന ഈ റോഡിലെ ശിവഗിരിയിൽ റോഡ് ഷോയാണ്. ഒപ്പം വൈകിട്ടോടുകൂടി അമിത്ഷാ നേരെ ഇവിടെ നിന്നും പോകുന്നത് ചെന്നൈയിലേക്കാണ്. ചെന്നൈയിലെ മൈലാപ്പൂർ മണ്ഡലത്തിലാണ് അമിത്ഷാ പോകുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ വൈകിട്ടോടുകൂടിയുണ്ട്. അവിടുത്തെ കപാലേശ്വര ക്ഷേത്രത്തിൽ അമിത്ഷാ ദർശനം നടത്തും. അതിനുശേഷം അദ്ദേഹം അവിടെ റോഡ് ഷോ നടത്തുന്നുണ്ട്. തമിഴ്സൈ സൗന്ദരരാജന് വേണ്ടി വൈകിട്ട് 5 മണി മുതൽ 6 മണി വരെയാണ് അവിടെ റോഡ് ഷോ നടത്താൻ പോകുന്നത്. ഇപ്പോൾ ഏതായാലും അമിത്ഷായെ കാത്ത് വലിയ രീതിയിൽ BJP പ്രവർത്തകരും മറ്റുമൊക്കെ ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. അവരോട് തന്നെ ചോദിക്കാം, എவ்வளோ ஆர்வமாக இருக்குங்க? ரொம்ப ஆர்வமாக மீண்டும் மீண்டும் BJP ஆட்சிக்கு வரணும் அப்படிங்கிறது எங்கள் எதிர்பார்ப்பாக இருக்குது. ஒரு அரசியல் மாற்றம் ஏற்படுமா? கண்டிப்பாக ஏற்படுங்க. அடுத்த பிரதமர் வருகை எதிர்பார்த்து நோக்கி காத்துட்டு இருக்கிறோம். எதனால ஒரு அரசியல் மாற்றம் வரும்னு நினைக்கிறேன்? மக்களுக்கு நல்லா செய்வாங்கன்னு ஒரு மாற்றம் வந்தால் பரவாயில்ல, அதனால தாங்க. அரசை பற்றி என்ன? அவங்க செய்யறாங்க, இருந்தாலும் இன்னும் மாற்றங்கள் மக்களுக்காக பார்த்துட்டு இருக்காங்க. ഒരുപാട് ആളുകൾ ഇവിടെ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്നു. പ്രായമായ ആളുകളൊക്കെ വെയിലത്ത്, കുട്ടികളായിട്ടുള്ള ആളുകളൊക്കെ വെയിലത്ത് ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരും വലിയ ആവേശത്തോടു കൂടി ഭാരതത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായെ കത്ത് നിൽക്കുന്ന കാഴ്ചയാണ്. ഒരുപാട് സ്ത്രീകളെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. അമിത്ഷാவை பார்க்கறதுக்கு ஆர்வமா இருக்கு. ஒரு அரசியல் மாற்றம் கண்டிப்பா ஏற்படும். தாமரை மலரணும், அமித்ஷா வரணும், மோடி அவர்கள் தலைமையில் ஆட்சி அமைக்கணும். DMK அரசுல பெண்களுக்கு பாதுகாப்பு கிடையாதுன்னு சொல்றாங்க. அந்த மாதிரி நிறைய பாலிய கொடுமை எல்லாம் நடந்துருக்கு. அதை நாங்கள் ஏற்றுக்கிறோம். அதனால தான் ஆட்சி மாற்றத்துக்காக DMK அரசுல பெண்களுக்கு பாதுகாப்பு இல்லைன்னு சொல்றீங்களே, அந்த மாதிரி நிறைய பாலிய கொடுமை எல்லாம் இங்க நிறைய நடந்துருக்குதுங்க. அரசியல் மாற்றம் வேணும்னு சொல்றீங்க. கண்டிப்பாக பெண்களுக்கு வந்து கண்டிப்பா பாதுகாப்பு தேவைப்படுதுங்க. அதிகமா பாலியல் தொல்லை வந்து ரொம்ப அதிகமா இருக்குது. அது வந்து யாரும் நடவடிக்கை எடுக்கிற மாதிரி இல்லைங்க.
തന്നെയാണ് ഏതായാലും സ്ത്രീകളുടെ വലിയൊരു സാന്നിധ്യം ഇവിടെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. அமித்ஷா வரும்போது ரொம்ப ஆர்வமா இருக்கீங்களா? எல்லா அரேஞ்ச்மெண்ட்ஸும் ஓகே? எல்லாம் பிரமாதமான அரேஞ்ச்மெண்ட் பண்ணிருக்கிறோம். எல்லா மக்களும் சந்தோஷமா இருக்கிறாங்க. அமித்ஷா வரவேற்க மக்கள் காத்துக்கிட்டு இருக்காங்க. அனைவரும் வந்து மிகப்பெரிய உற்சாகத்தோடு இருக்கிறாங்க. தாமரை சின்னத்துக்கு வாக்களிக்கிறதுக்கும் மிகப்பெரிய உற்சாகத்தோடு ஈரோடு மக்கள் காத்திருக்கிறாங்க. ஈரோடு, மொடக்குறிச்சி அனைத்து மக்களும் காத்திருக்கிறாங்க. தமிழ்நாடு முழுசுமே தாமரைக்கு வாக்களிக்க மிகப்பெரிய எழுச்சியோட மக்கள் காத்திருக்கிறாங்க. திராவிட முன்னேற்ற கழகத்தை வீட்டுக்கு அனுப்ப சொல்லி மக்கள் மிக பெருந்திரளாக திரண்டிருக்கிறாங்க. இங்க நீங்களே பாருங்க, லட்சக்கணக்கான மக்கள் திரண்டிருக்கிறாங்க. இங்க வந்து உங்களை வந்து நீங்களே அவங்களை பார்க்கலாம். ஒவ்வொருத்தருடைய அதிருப்தி தெரிவிக்கிறதுக்கோசரம் அதிருப்தி இருக்கிற மக்கள் வந்து தன்னுடைய இதை தெரிவிக்கிறதுக்கோசரம் அமித்ஷா வரவேற்க இவ்வளவு மக்கள் காத்திருக்கிறாங்க. நீங்களே உங்களை பாருங்க. வாட்டி ரொம்ப டைட் ஃபைட்டா இருந்தது. ஆனா ஒரு 800 ஓட்டுக்கு மட்டும் இங்க வின் பண்ணியிருக்கேன். இந்த வாட்டி அந்த மாதிரி இந்த வாட்டி மிகப்பெரிய எழுச்சி நிகழுது. മുടക്കുറിച്ചിയിലെ മിക പ്രമാണ്ടമായിട്ട് വെற்றி അടയ പോறோம். ഭാരത് മാതാ കി ജയ്. അതുതന്നെയാണ്. ഇത്തവണ ഏതായാലും വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാവും, വലിയ രീതിയിലുള്ള വിജയം നേടാൻ. കഴിഞ്ഞ തവണ 800ഓളം വോട്ടുകൾക്കാണ് മുടക്കുറിച്ചിയിൽ വിജയിക്കാൻ BJP സ്ഥാനാർത്ഥിക്ക് D സരസ്വതിക്ക് കഴിഞ്ഞതെങ്കിൽ ഇത്തവണ അതിനേക്കാളും വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. எவ்வளோ ஆர்வமாக இருக்கிறாங்க. அப்புறமா வந்து போன வாட்டி இங்கே டைரக்ட் ஃபைட் டிஎம்கோட அதில் சின்ன ஓட்டுக்கு தான் வின் பண்ணியிருக்கு. இந்த வாட்டி ரொம்பவே அதிகமாக ஓட்டுகள் நேடி விஜயிக்குமா? கண்டிப்பாக ஜி. போன டைம் 287 ஓட்டுக்கு இதில் ஜெயிச்சோம். இந்த டைம் 28000 ஓட்டில் ஜெயிப்போம். அதிக வித்தியாசத்தை ஜெயிப்போம். மக்கள் அந்தளவுக்கு ஆர்வமாக இருக்கிறாங்க. ஆளுங்கட்சி மேலே ரொம்ப எதிர்ப்பு. இங்கே கூட்டணி கட்சி தான் நிற்கிது, மதிமுக நிற்கிது. அவங்க சின்னத்தில், உதயசூரிய சின்னத்தில் கண்டிப்பாக இந்த டைம் படுதோல்வி சந்திப்பாங்க. விஷயங்கள் இங்கே பிரச்சாரத்தில் இங்கே வந்து விவசாயம் தான் முழுக்க இந்த தொகுதி முழுக்க விவசாயத்துக்கு முக்கியத்துவம் கொடுத்து போன டைம் சரஸ்வதி நல்லா செஞ்சாங்க. இந்த டைம் மறுமுறை நிற்கிறாப்புல இன்னும் சிறப்பாக കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തമിഴ്നാട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അമിത്ഷാ തമിഴ്നാട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ. ഒപ്പം തന്നെ അദ്ദേഹത്തെ ആവേശോജ്വലമായ ഒരു സ്വീകരണം നൽകി തമിഴ്നാടൻ ജനത സ്വീകരിക്കുന്നു. ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ റോഡ് ഷോയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. റോഡ് ഷോയ്ക്കുള്ള വാഹനവും സജ്ജമാണ് എന്നുള്ളതാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടി തമിഴ്നാട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരുന്നു. പ്രധാനമന്ത്രിക്ക് പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും തമിഴ്നാട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഈറോഡ് ജില്ലയിലെ മൊടക്കുറിച്ചി മണ്ഡലത്തിലെ ശിവഗിരിയിലാണ് അമിത്ഷായുടെ റോഡ് ഷോ ഇന്ന് നടക്കുക. ശിവഗിരി മുതൽ തീരൻ ചിന്നമലൈ പ്രതിമ വരെയാണ് റോഡ് ഷോ. അതിനുശേഷം ചെന്നൈയിലേക്കായിരിക്കും അമിത്ഷാ പോവുക. വൈകിട്ട് മൈലാപ്പൂർ കപാലീശ്വരർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം BJP സ്ഥാനാർത്ഥി തമിഴ്സൈ സൗന്ദരരാജന് വേണ്ടി അദ്ദേഹം വോട്ട് അഭ്യർത്ഥിക്കും. റോഡ് ഷോ ഉണ്ടാകും എന്നുള്ളതാണ്. അരുണാലത്തൂരാണ് നമുക്ക് തമിഴ്നാട്ടിൽ നിന്നുള്ള തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അരുൺ, തമിഴ്നാട്ടിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടി എത്തിയിരിക്കുകയാണ്. നമ്മുടെ അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അരുൺ, തുടരാം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വാഹനത്തിലേക്ക് കയറിയിട്ടുണ്ട്. അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നു, കൈവീശി കാണിക്കുന്നു. എന്തായാലും റോഡ് ഷോ ഉടൻ ആരംഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം അവിടെയുള്ള പ്രവർത്തകർക്ക് നേരെ പുഷ്പവൃഷ്ടി നടത്തുന്നുണ്ട്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അരുൺ ആലത്തൂരിലേക്ക് പോവുകയാണ്. അരുൺ, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ റോഡ് ഷോ ആരംഭിക്കുകയാണ്. അദ്ദേഹം വാഹനത്തിൽ അവിടെയുള്ള സ്ഥാനാർത്ഥിക്കൊപ്പം അദ്ദേഹം റോഡ് ഷോ ആരംഭിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ ആവേശമാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തകരുടെ പങ്കാളിത്തമുണ്ട്. അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി ജനങ്ങൾ റോഡിന് ഇരുവശവുമായി നിൽക്കുന്നു. അരുൺ, തുടരാം. തീർച്ചയായിട്ടും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ റോഡ് ഷോ ആരംഭിച്ചിരിക്കുകയാണ്. ശിവഗിരിയിൽ നിന്നുമാണ്. ശിവഗിരി
ഭാഗത്ത് നിന്നും അദ്ദേഹത്തിന്റെ റോഡ് ഷോയ്ക്ക് തുടക്കമായിരിക്കുകയാണെന്നുള്ളതാണ്. അദ്ദേഹം ഇപ്പോൾ വാഹനത്തിൽ കയറിയതാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തെ വരവേൽക്കുന്നതിന് വേണ്ടി റോഡിന്റെ ഇരുവശവും ഒരുപാട് ആളുകളാണ് ഇങ്ങനെ തടിച്ചു കൂടി നിൽക്കുന്നത്. നല്ല വെയിലാണ്. നമുക്കറിയാം കേരളത്തിൽ തന്നെ ഇപ്പോൾ വലിയ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. കേരളത്തെ അപേക്ഷിച്ച് കേരളത്തെക്കാൾ ചൂട് അനുഭവപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. പക്ഷെ ആ വെയിലിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായെ കാണുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൊടക്കുറിച്ചി എന്ന ഈ ഈറോഡിലെ ഈ ഒരു മണ്ഡലം NDA സംബന്ധിച്ചിടത്തോളം BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടമാണ് ഇവിടെ NDA നടത്തിയിരുന്നത്. അന്ന് D. സരസ്വതി എന്ന സ്ഥാനാർത്ഥി DMK-യുടെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ ഒരു മണ്ഡലത്തിൽ താമര വിരിയുന്ന സാഹചര്യം ഉണ്ടായി. ഇത്തവണ ഏതായാലും ആ കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥി നടത്തിയിട്ടുള്ള ആ MLA നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അതെല്ലാം പറഞ്ഞുകൊണ്ടാണ് BJP ഇവിടെ വോട്ട് തേടുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം എന്നുള്ളത് ഇവിടെ ഇത്തവണ ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ നേരിയ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചതെങ്കിൽ ഇത്തവണ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുക എന്നുള്ളതാണ് NDA-യുടെ ലക്ഷ്യം, BJP-യുടെ ലക്ഷ്യം എന്നുള്ളതാണ്. മാത്രമല്ല ഇത്തവണത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെന്നൈയിലും നാഗർകോവിലും അതുപോലെ തന്നെ കോയമ്പത്തൂരിലും ഒക്കെ വിവിധ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് വലിയ രീതിയിൽ തമിഴ്നാടിൻ്റെ മുക്കിലും മൂലയിലും ആ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആവേശം എത്തിക്കുകയായിരുന്നു ചെയ്തത്. ഒപ്പം ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ കൂടി തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ അവസാന ലാപ്പിൽ തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലെത്തി തെരഞ്ഞെടുപ്പിന് കൂടുതൽ ആവേശം പകരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഇനി 4 ദിവസം മാത്രമേ ഉള്ളൂ. 23-ാം തീയതിയാണ് തമിഴ്നാട് പോളിംഗ് ബൂത്തിലേക്ക് കടക്കാനിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ അമിത്ഷാ കൂടി എത്തി ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നതോടുകൂടെ NDA ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലേക്ക് എത്തുമെന്നുള്ളതാണ്. ഇത്തവണ തമിഴ്നാട്ടിൽ ഭരണമാറ്റം ഉണ്ടാകും, ഭരണമാറ്റം സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് NDA-യും അതുപോലെ തന്നെ AIDMK-യും ഒക്കെ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ്. AIDMK BJP സഖ്യം ഇത്തവണ തമിഴ്നാട്ടിൽ വലിയ മുന്നേറ്റം നടത്തി ആ സ്റ്റാലിൻ്റെ ഭരണത്തെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അതിനുവേണ്ടിയാണ് പ്രധാനപ്പെട്ട നേതാക്കൾ, അതായത് പ്രധാനമന്ത്രിയും അമിത്ഷായും ഉൾപ്പെടെ നേരിട്ടെത്തി പ്രചാരണം നടത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് കൃത്യമായിട്ട് തമിഴ്നാട്ടിലൊരു ഭരണമാറ്റം സൃഷ്ടിക്കുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ്. ഏതായാലും അമിത്ഷായ്ക്ക് ഇന്ന് 2 പരിപാടികളാണ് ഇപ്പോഴത്തെ ഈ റോഡ് ഷോ. അത് ഈറോഡിന് സമീപത്തുള്ള മൊടക്കുറിച്ചി മണ്ഡലത്തിലാണ്. മൊടക്കുറിച്ചി മണ്ഡലത്തിലെ ശിവഗിരി എന്നുള്ള മേഖലയിലാണ് ഇപ്പോൾ റോഡ് ഷോ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ റോഡ് ഷോ അവസാനിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നും വീണ്ടും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരികെ ചെന്നൈയിലേക്കാണ് പോകുന്നത്. ചെന്നൈയിൽ എത്തിക്കഴിഞ്ഞാൽ വൈകിട്ടോടുകൂടി അവിടെ കപാലേശ്വര ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തും. അതിനുശേഷം ആ കപാലേശ്വര ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷം പിന്നീട് ആഭ്യന്തര വകുപ്പ് മന്ത്രി വൈകിട്ടോടുകൂടെ ചെന്നൈയിലും ഒരു റോഡ് ഷോ നടത്തുന്നു. ചെന്നൈ മൈലാപ്പൂരിലാണ് റോഡ് ഷോ നടത്തുന്നത്. മൈലാപ്പൂരിലെ റോഡ് ഷോ എന്ന് പറയുന്നത് തമിഴിസൈ സൗന്ദര്യരാജൻ എന്ന BJP-യുടെ തിപ്പൊരി നേതാവാണ് അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. മുൻ ഗവർണർ കൂടെയാണ് തമിഴിസൈ സൗന്ദര്യരാജൻ. ആ തമിഴിസൈ സൗന്ദര്യരാജൻ BJP-യുടെ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷ എന്ന ചുമതല ഉൾപ്പെടെ വഹിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ള റോഡ് ഷോയാണ് വൈകിട്ടോടുകൂടി കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഏതായാലും റോഡ് ഷോ പുരോഗമിക്കുന്നു. റോഡിൻ്റെ ഇരുവശവും ഒരുപാട് ആളുകൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായെ കാത്ത് റോഡിന്റെ ഇരുവശങ്ങളിൽ മാത്രമല്ല റോഡിൽ പൂഴി വാരിയിടാൻ ഇടമില്ലാത്ത രീതിയിൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ജനക്കൂട്ടം എന്നുള്ളതാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ഒരു നോക്ക് കാണാനായി, ഒപ്പം തന്നെ പാട്ടും നൃത്തവും ഒക്കെയായി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ വരവേൽക്കുകയാണ് തമിഴ്നാടൻ ജനത.